ഇനി നമ്മൾ അങ്ങനെ കട്ടിയാഹാരം കൊടുക്കാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയും അത് കൊടുത്തു തുടങ്ങുക, ഇത് കൊടുത്തു തുടങ്ങുക. ആക്ച്വലി നമ്മൾ ഏത് ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ആദ്യം കുഞ്ഞിന് ദഹിക്കാനൊക്കെ എളുപ്പത്തിലൊക്കെ വരിക? ഏത് ആഹാരം? അപ്പൊ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ബ്രസ്റ്റ് മിൽക്കിന്റെ ഒപ്പം തന്നെ കൊടുക്കുന്ന കോംപ്ലിമെന്ററി ഫീഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ബ്രസ്റ്റ് മിൽക്കിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ ഈ നമ്മുടെ കോംപ്ലിമെന്ററി കുറുക്കുകളൊക്കെ തുടങ്ങുന്നത്. കുറുക്കുകൾ പല ടൈപ്പിലുള്ള കുറുക്കുകളുണ്ട്. നമ്മൾ ഓരോ കുറുക്ക് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് ന്യൂട്രീഷൻ കിട്ടണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ കുറേ ഫുഡ് ഗ്രൂപ്പ്സുകളുണ്ട്. അപ്പം അതിൽ കുറച്ച് വെറൈറ്റി വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അത് ഏതെങ്കിലും ഒരു ഫുഡ് ഒരു കുറുക്ക്, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കുറുക്കാണ് റാഗി. റാഗി മാത്രം കൊടുത്ത ആ ഒരു 6 മാസം തൊട്ട് 12 മാസം വരെ അതല്ല ഉദ്ദേശിക്കുന്നത്. അതിന് പകരം നമ്മൾ നമ്മൾ അരിയുടെ ഭക്ഷണങ്ങളും അരിയുടെ സംബന്ധിച്ചുള്ള ഭക്ഷണങ്ങൾ, അതായത് ഗ്രെയിൻസ്, സീരിയൽസ്, അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഉള്ളതാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഉള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ വൈറ്റമിൻ എ, വൈറ്റമിൻസും മിനറൽസും അധികമുള്ള സാധനങ്ങൾ. പിന്നെ അതേപോലെ പാൽ പ്രൊഡക്ട്സ്, അത് പിന്നെ എഗ്ഗ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഫുഡ്സാണ് നമുക്ക് വേണ്ടത്.